ഓണത്തിൻ്റെ ഈ വന്ന കാലഘട്ടത്തിൽ നമ്മൾ ഓണത്തിന് കുറേ ഡ്രസ്സ് എടുക്കുന്ന അതൊക്കെ നമ്മൾ അങ്ങോട്ട് മാറ്റി വെച്ചെങ്കിലും നമ്മൾ ഫുഡ് ഉണ്ടാക്കുന്ന കാര്യത്തിൽ ആരും ഒട്ടും പുറകോട്ടല്ല. ഫുഡൊക്കെ എല്ലാവരും തയ്യാറാക്കുന്നുണ്ട്. ഇപ്പോൾ റെസ്റ്റോറൻറ്റിലൊക്കെ ആണെങ്കിൽ 101 കൂട്ടം കറി അങ്ങനെയൊക്കെ ഭയങ്കരമായിട്ട് നല്ല രീതിയിൽ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുക. എല്ലാവരും തന്നെ ഫുഡ് ഉണ്ടാക്കുന്ന കാര്യത്തിൽ ആരും ഒട്ടും കുറവല്ല. പിന്നെ ഡ്രസ്സിലൊക്കെ ഉള്ളൂ ഈ കൊറോണ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ കൊണ്ട് ഡ്രസ്സിലൊക്കെ ഉള്ളൂ ഇച്ചിരി കുറവ് വന്നേക്കുന്നത്. ഫുഡിൽ ഒട്ടും കുറവില്ല. അപ്പം നമുക്കും ഉണ്ടാക്കാം ഒരു കൂട്ടുകറി. നല്ല സ്പെഷ്യലായിട്ട് തന്നെയാണ് നമ്മൾ ഈ ഐറ്റംസ് വെച്ചിട്ട് ഒരുപാട് കറികൾ തയ്യാറാക്കാം. പക്ഷേ നമ്മൾ ഇത്ര ഐറ്റംസ് വെച്ചിട്ട് നമ്മൾ ഒരു കറി എങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ട് ഒരു കൂട്ടുകറി എങ്ങനെ തയ്യാറാക്കുന്നത് നമ്മൾ നോക്കുന്നത്. അപ്പം നമുക്ക് അതിന് വേണ്ടിയിട്ട് ഞാൻ വാഴയ്ക്ക എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഒരുപാട് ഓണം സ്പെഷ്യൽ ഉണ്ടാക്കുമ്പോൾ എല്ലാം നമ്മൾ വാഴയ്ക്ക ഒരുപാട് ഐറ്റംസ് വാഴയ്ക്ക ഉപയോഗിച്ച് നമ്മൾ ഉണ്ടാക്കും. അതുപോലെ ചേന, ഒരു കാച്ചില്, ചേമ്പ്, പച്ചമുളക്, കുറച്ച് കടല നമ്മൾ വെള്ളത്തിലിട്ടിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം കൂടെ വെച്ചിട്ട് നമുക്ക് നല്ലൊരു കൂട്ടുകറി തയ്യാറാക്കാം. നമ്മളിങ്ങനെ കട്ട് ചെയ്തിട്ട് നമ്മൾ വെള്ളത്തിലിട്ട് കൊടുക്കണം. അപ്പോഴേ അതിന്റെ കറയൊക്കെ നന്നായിട്ട് അങ്ങ് പോകും. നമ്മളെല്ലാം കട്ട് ചെയ്ത് നമ്മൾ വെള്ളത്തിലിട്ട് കൊടുക്കണം. അങ്ങനെ നമുക്ക് ഓണത്തിന്റെ സ്പെഷ്യലായിട്ട് നമുക്ക് ഇങ്ങനെ ഓരോ സംഭവങ്ങളും നമുക്ക് തയ്യാറാക്കാം. നമ്മുടെ വീട്ടിലുള്ള സംഭവങ്ങളൊക്കെ വെച്ചിട്ട് തന്നെ നമ്മൾ ചെറിയ രീതിയിലായാലും നമ്മൾ ഓണം ഒന്ന് ആഘോഷിക്കാം. നമുക്ക് ഒരുപാട് ഐറ്റംസ് ഒന്നും ഇല്ലെങ്കിലും നമ്മുടെ വീട്ടിലുള്ളത് ഇതൊക്കെ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്നത് തന്നെയാണ്. ഈ കൂട്ടുകറി അല്ലെങ്കിൽ നമുക്കൊരു നല്ലൊരു പായസം അതൊക്കെ നമുക്ക് തയ്യാറാക്കി നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കാം. നമുക്ക് ശർക്കര വരട്ടി അതൊക്കെ നമുക്ക് ഈ കായിൽ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാം. അങ്ങനെ നമുക്ക് എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ നമുക്ക് ഓണം സ്പെഷ്യൽ നമുക്ക് ചെയ്തെടുക്കാം. പിന്നെ കൊറോണ ഒക്കെ ആയതുകൊണ്ട് ഒരുപാട് ഡ്രസ്സ് എടുപ്പൊന്നും നമുക്ക് പറ്റത്തില്ലല്ലോ. പിന്നെ ഊഞ്ഞാലിടാനൊന്നും ഉള്ള സൗകര്യമൊന്നും ഇല്ല. പിന്നെ എന്താ പറയുന്നത്, ചെറുപ്പത്തിലൊക്കെ ഇഷ്ടം പോലെ ഊഞ്ഞാലാടിയിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഓർമ്മകളാണെങ്കിൽ ഒരുപാട് എന്ത് സന്തോഷമായിരുന്നു. അന്നൊക്കെ ഞങ്ങൾക്ക് ചെറിയൊരു മാവുണ്ട്, ചെറുതല്ല വലിയ മാവാണ്. അപ്പം അതിൽ ഊഞ്ഞാലിട്ട് തന്നിട്ടുണ്ട്, അതിൽ ഒരുപാട് ആടിയിട്ടുണ്ട്, ചില്ലാട്ടം പറന്നിട്ടുണ്ട്. അതൊക്കെ എന്ത് സന്തോഷമായിരുന്നു. അത്രയൊന്നും ഇപ്പം നമുക്ക് ഓണമൊന്നും ആഘോഷിക്കാനോ ഒന്നും പറ്റുന്നില്ല. പെരുന്നാൾ വന്നിട്ട് വലിയ ആഘോഷവും ഇല്ലായിരുന്നു, ഓണം വന്നിട്ടും അധികം ആഘോഷങ്ങളൊന്നും ഇല്ല. പിന്നെ നമുക്ക് നമ്മൾ കുക്കറിലാക്കിയിട്ടുണ്ട്. നമ്മൾ ഇതിനകത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് മാത്രമേ വെള്ളം ഒഴിക്കാം. നമ്മൾ കൂട്ടുകറി ആകുമ്പോൾ അധികം വെള്ളം വേണ്ട. അപ്പോൾ ഞാൻ വേണ്ട ഒരു 1/2 ഗ്ലാസ് വെള്ളം മാത്രമേ ഒഴിച്ചിട്ടുള്ളേ. അപ്പം നമ്മളിങ്ങനെ അടുത്തത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് വേവിച്ചെടുക്കാം. അത് ഇതിനകത്ത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം കുറച്ച് മാത്രമേ വെള്ളമേ ഞാൻ ഒഴിച്ചിട്ടുള്ളൂ. എന്നിട്ട് നമുക്കിതൊരു അടച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അങ്ങനെ നമുക്ക് ഓണത്തിനുള്ള കൂട്ടാം. അങ്ങനെ നമ്മുടെ കൂട്ട് ഒക്കെ റെഡി ആയിട്ടുണ്ട്, നന്നായിട്ട് വെന്തിട്ടുണ്ട്, വെള്ളമൊക്കെ കറക്റ്റ് ആയിട്ടുണ്ട്. അപ്പം വെള്ളം കൂടുതലായെങ്കിൽ നമ്മുടെ കൂട്ടുകറി ഒരിക്കലും അത് കറക്റ്റ് ആകത്തില്ല. പക്ഷെ വേവും കറക്റ്റ് ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് വെള്ളവും അതിനകത്തില്ല, നല്ലതായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്ക് എരിവിന് വേണ്ടിയിട്ട് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി അല്പം മുളക് പൊടിയും ചേർത്തിരുന്നു. അപ്പോൾ എന്നിട്ട് ഒരു എരിവ് ഇല്ല. പക്ഷെ എന്നാലും ഈ ഒരു കൂട്ടുകറിക്ക് കുരുമുളക് പൊടി അത്യാവശ്യമായിട്ട് ചേർക്കണം. നല്ല ഒരു വെറൈറ്റി ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് കുരുമുളക് പൊടി നമ്മൾ 1 സ്പൂണോളം ഞാൻ ചേർത്തിട്ടുണ്ട്. അപ്പം നമുക്ക് അതൊന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം നമ്മൾ ജീരകവും തേങ്ങയും, ചെറു ജീരകവും തേങ്ങയും കൂടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. മിക്സിയിൽ അരച്ചെടുത്തതാണ്. അപ്പം നമുക്ക് അതും കൂടി ചേർത്ത് അല്പം കുറച്ച് മാത്രമേ ഞാൻ വെള്ളം ചേർത്തിട്ടുള്ളൂ. ഒരുപാട് വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ കൂട്ടുകറി ശരിയാവത്തില്ല. അപ്പോൾ കുറച്ച് വെള്ളം ചേർത്ത് നിങ്ങൾ അരച്ചെടുക്കുക. അപ്പം നമുക്ക് അതും ഒഴിച്ചിട്ട് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമുക്ക് വെറൈറ്റി ടേസ്റ്റ് ആയിട്ട് നമുക്ക് കുട്ടികൾക്ക് എന്തൊക്കെ തയ്യാറാക്കി കൊടുക്കാൻ പറ്റുമോ അതെല്ലാം തയ്യാറാക്കി കൊടുക്കണം. എന്ന് വെച്ചാൽ അവർക്ക് ഒട്ടും എൻജോയ് ചെയ്യാൻ പറ്റത്തില്ല ഈ ഓണമായാലും പെരുന്നാളായാലും ഒന്നും അവർക്കൊരു സന്തോഷവും ഇല്ല. അപ്പം നമുക്ക് വീട്ടിൽ ഫുഡൊക്കെ നമുക്ക് വെറൈറ്റി ആയിട്ട് തന്നെ നമ്മൾ അവർക്ക് തയ്യാറാക്കി കൊടുക്കണം. നമുക്ക് അതിന് ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കാം. നമുക്ക് അതിൻ്റെ വേവും ഉപ്പും ഒക്കെ ഒന്ന് നോക്കാം.
കറക്റ്റായിട്ട് തന്നെ നമുക്ക് അതിൻ്റെ വേവും ഉപ്പും ഉണ്ട്, കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പം നമുക്ക് ഞാനിത് കടു വറക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കുറച്ച് തേങ്ങയും ചെറുതായിട്ട് ആക്കി വെച്ചിട്ടുണ്ട്. അതിനു മുമ്പ് നമുക്ക് അല്പം ശർക്കര ചീവിയത് ഒരല്പം മാത്രം നമുക്കതിന് ഈ കുരുമുളക് പൊടിയുടെ നല്ല എരിവിനെ ഒന്ന് ബാലൻസ് ചെയ്യാനാണ് നമ്മൾ ഈ ശർക്കര ചേർക്കുന്നത്. അത്യാവശ്യം നമ്മൾ ആ ശർക്കര ചേർക്കുമ്പോഴേ ഈ കൂട്ടുകറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ അതും കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അങ്ങനെ നമുക്ക് ഇനി അടുത്തത് തേങ്ങാക്കൊത്ത് വറുത്തിട്ടുണ്ട്, അത് നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. തേങ്ങാക്കൊത്തൊന്ന് മൂപ്പിച്ചിടുമ്പോൾ അത് ഇടയ്ക്കൊന്ന് കടിക്കുമ്പം അതിനും ഒരു പ്രത്യേക ടേസ്റ്റാണ്. കുരുമുളകിൻ്റെ എരിവും ആ തേങ്ങാക്കൊത്തിൻ്റെ ടേസ്റ്റും ഒരു നല്ല ടേസ്റ്റ് തന്നെ. നമ്മൾ ആ ശർക്കരയുടെ ഒരു മധുരവും എല്ലാം കൂടെ കൂടിയിട്ട് ഒരു ടേസ്റ്റ് തന്നെ. അപ്പം നമുക്ക് കടുവും വറുത്തൊഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൂട്ടുകറി റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഓണത്തിന് ഇലയുടെ തുമ്പിൽ വിളമ്പാൻ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള നല്ല അടിപൊളി ഒരു കൂട്ടുകറിയാണ്. നമുക്ക് ഇങ്ങനെ തീർച്ചയായിട്ടും നമ്മൾ നമ്മുടെ കുട്ടികൾക്കൊക്കെ തയ്യാറാക്കി കൊടുക്കണം, വീട്ടിലുള്ളവർക്ക് എല്ലാവർക്കും. എന്ന് വെച്ചാൽ അവരെല്ലാം ഒരുപാട് വേദനിക്കുന്നുണ്ട്, എങ്ങും പുറത്തു പോകാൻ ഒരു ഫുഡ് പോലും പുറത്തു പോയിട്ട് കഴിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെയുള്ള വേദനയുണ്ട്. പ്രത്യേകിച്ച് 10 വയസ്സിന് താഴോട്ടുള്ള കുട്ടികളെ ഒന്നും നമ്മൾ വീട്ടിന് വെളിയിൽ ഇറക്കുന്നില്ല. അപ്പോൾ അവർക്കൊക്കെ എത്ര വേദനയായിരിക്കും ഉള്ളിലിരുന്നിട്ട്. അപ്പോൾ ഇതിലൂടെയൊക്കെ അവരെ നമ്മൾ എൻജോയ് ചെയ്ത് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. അങ്ങനെ നമ്മുടെ കൂട്ടുകറി റെഡിയായിട്ട് കാണാൻ തന്നെ എന്താ ഭംഗി, നിങ്ങൾക്കും കഴിക്കാൻ തോന്നുന്നില്ലേ? അപ്പം ഇലയിൽ തന്നെ, നമ്മുടെ ഓണമൊക്കെ ആയതുകൊണ്ട് ഇലയിൽ തന്നെ ഞാനത് നിങ്ങളെ കാണിച്ചേക്കുന്നത്. നന്നായിട്ട് തന്നെ ഉണ്ട്, ടേസ്റ്റിലായാലും കാണാൻ ഭംഗിയിലായാലും നല്ല അടിപൊളിയായിട്ട്. അങ്ങനെ ഊണും കഴിഞ്ഞു, ചായ കുടിയൊക്കെ കഴിഞ്ഞു. ഇപ്പം 4 മണി 4:30 ആയിട്ടുണ്ട്. അപ്പം ഞങ്ങളൊന്ന് പുറത്തു പോവാം. പുറത്ത് പോകുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് അങ്ങ് ദൂരമൊന്നുമല്ല, ചെറുതായിട്ടൊന്ന് നടന്ന് കുറച്ച് ദൂരം ഒന്ന് നടക്കാമെന്ന് വെച്ചു. നല്ല ഫുഡൊക്കെ അടിച്ചില്ലയോ. അപ്പം ചായ കുടിയൊക്കെ കഴിഞ്ഞപ്പം വെറുതെ ഇരുന്നപ്പം മോളും അപ്പുറത്തെ കൂട്ടുകാരിയൊക്കെ ആയിട്ട് ഒന്ന് കുറച്ച് സമയം ഒന്ന് നടക്കാമെന്ന് വെച്ചു. അങ്ങനെ നമ്മുടെ റോഡിലൂടെ ഇങ്ങനെ നിന്ന് കുറച്ച് സമയം നമുക്കൊന്ന് നടക്കാം. 4 മണിയൊക്കെ ആകുമ്പോൾ അടുത്തോട്ടൊക്കെ ഒന്ന് പോകുമ്പോൾ കുഴപ്പമില്ല. ഈ സ്ഥലം നിങ്ങൾക്ക് ഒരു പരിചിതമുള്ള സ്ഥലമാണ്. ഞാൻ സൈക്കിൾ ചവിട്ടി വീഡിയോ ചെയ്ത സ്ഥലമാണ്. അപ്പം ഇവിടെയാണ് ഞങ്ങൾ സൈക്കിളൊക്കെ ചവിട്ടാൻ വരുന്നത്. കുറേ സമയം സൈക്കിളൊക്കെ ചവിട്ടും. ഇങ്ങനെ കുറേ നടക്കാൻ വരുന്ന സ്ഥലം ഇവിടെയാണ്. ഇവിടെ ഒരു നല്ലൊരു മരം, സപ്പോട്ട മരമുണ്ട്. ഈ വീട്ടിൽ ഒരുപാട് ഫ്രൂട്ട് ഐറ്റംസ് ഉണ്ട്, നല്ല കാണാനും നല്ല ഭംഗിയാണ്. ഒരുപാട് ഫ്രൂട്ട് ഐറ്റംസ് ഈ വീട്ടിലുണ്ട്. അപ്പോൾ അങ്ങനെ അതും കണ്ടു. അടുത്ത വീട്ടിലായിട്ട് നല്ലൊരു ചെടിത്തോട്ടമുണ്ട്. കാണാൻ റോഡിലൂടെ പോകുമ്പോൾ തന്നെ ഞാൻ എപ്പോൾ ചെന്നാലും പോകുമ്പോഴും എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു സ്ഥലമായത്. അവരിങ്ങനെ നട്ടിട്ട് ഇന്നും വെള്ളമൊക്കെ ഒഴിച്ച് നല്ലതായിട്ട് ശ്രദ്ധിക്കും. നല്ല വെറൈറ്റി ചെടികളൊക്കെ ഈ ചേച്ചി നട്ട് വെക്കുന്ന കാണാം. അപ്പം ഞാൻ ഇങ്ങനെ പറഞ്ഞു വീഡിയോ എടുത്തോ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വീഡിയോ പിടിച്ചതാണേ. ഇതിൻ്റെ ചെറിയ തണ്ടുകൾ മാറ്റി നട്ട് കഴിയുമ്പം അത് ഒരുപാടാവുന്നെന്ന് പറഞ്ഞു. അങ്ങനെ വീണ്ടും നമ്മൾ മുമ്പോട്ട് നടക്കുക. ഇങ്ങനെ ഇവിടെ എന്ന് പറഞ്ഞാൽ കുറേ വീടുകളൊക്കെ ഉണ്ട്. നമുക്ക് കുറച്ച് ദൂരം നടക്കാം. ഒരുപാട് ആളും പേരും തിരക്കും ഒന്നും ഇല്ലാത്ത റോഡായതുകൊണ്ട് നമുക്ക് കുറച്ച് ദൂരം നമുക്കൊന്ന് നടക്കാം. നമുക്ക് ശരീരത്തിന് ഒരു സുഖമാണ്, നല്ലതാണ് നമുക്കൊന്ന് വൈകിട്ട് നടക്കുന്നത്. അപ്പം ഇങ്ങനെ വെറുതെ ഒന്ന് നടന്ന് നമുക്ക് പോകാം. അപ്പം നിങ്ങളെയും കൂടെ ഉൾപ്പെടുത്താമെന്ന് വെച്ചു. അങ്ങനെ ഇങ്ങനെ നടന്നു വന്നപ്പോഴാണ് സ്കൂള് കണ്ടത്. സ്കൂള് കണ്ടപ്പോൾ ഒരുപാട് സങ്കടം തോന്നുന്നു. കണ്ടിട്ട് കാലിയായിട്ട് ഒറ്റ അനക്കമില്ല, നിശബ്ദമായിട്ട് ഇങ്ങനെ കിടക്കുന്ന കണ്ടപ്പം ഭയങ്കര സങ്കടം. ഞങ്ങളിപ്പോൾ ഈ സ്കൂളിൻ്റെ ഇതിലേ കൂടെ വന്നാൽ ഈ സ്കൂളിൽ കാണുമ്പോൾ ഒരു സങ്കടം. സാധാരണ നമ്മൾ സമയം ഈ ഒരു 10 മണി സമയത്തോ 9:30 10 മണി സമയത്തൊക്കെ വരുമ്പോൾ ഇവിടെ ഭയങ്കര തിരക്കാണ്. 3:30 ആകുമ്പോൾ ഈ റോഡിൽ കൂടെ ഒക്കെ പോകുമ്പോൾ നല്ല തിരക്കാണ്. അപ്പോൾ ഇന്ന് ഈ സമയത്തൊക്കെ വന്നപ്പോൾ നല്ല സങ്കടം തോന്നി. ഈ സ്കൂളിങ്ങനെ കിടന്ന് കണ്ടപ്പോൾ മോളാണെങ്കിൽ അതിലും പറയുക, അമ്മച്ചി ഈ സ്കൂൾ കണ്ടിട്ട് സങ്കടം വരുന്നു. അങ്ങനെ സ്കൂള് ബസ് എല്ലാം ആയിട്ട് ഇങ്ങനെ കാലിയായിട്ട് കിടക്കുന്ന. അങ്ങനെ ഇന്നലെ കഴിഞ്ഞ ദിവസം ഞങ്ങൾ വന്ന ദിവസമാണെങ്കിൽ ഇവിടെ നല്ലൊരു മയിലുണ്ടായിരുന്നു. അപ്പം ഞാൻ ഇന്ന് വീഡിയോ എടുക്കുകയാണെങ്കിൽ നിങ്ങളെ ആ മയിൽ കാണിക്കണമെന്ന് വെച്ച്, പക്ഷെ അത് പറ്റിയില്ല. മയിൽ ഇന്ന് വന്നില്ല. നല്ലൊരു മയിലായിരുന്നു, പീലിയൊക്കെ വിടർത്തി എങ്ങനെ ഇരുന്നു, നല്ല ഭംഗിയായിരുന്നു കാണാൻ. ഇൻഷാ അല്ലാഹ് നോക്കട്ടെ, ഏതെങ്കിലും ഒരു ദിവസം നിങ്ങളെ കാണിക്കാൻ പറ്റുമെങ്കിൽ
ഞാൻ കാണിക്കുന്നതായിരിക്കും. അങ്ങനെ സ്കൂൾ ബസ്സൊക്കെ ഇങ്ങനെ കാലിയായിട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ട്. സങ്കടം വരുന്നു കണ്ടിട്ട്. അങ്ങനെ സ്കൂളൊക്കെ കണ്ടു. പിന്നെ വന്നിട്ട് ഈ ഒരു മരം ഞാൻ ഇന്നലെ കഴിഞ്ഞ ദിവസമാണ് ഞാൻ ഈ മരം ശ്രദ്ധിക്കുന്നത്. ഈ മരം ഇവിടെ നിൽക്കുന്ന എപ്പോഴും കണ്ടിട്ടുണ്ട്. പക്ഷേ നിങ്ങൾക്കൊക്കെ അറിയായിരിക്കും ഇത് ഷുഗറിന് ഏറ്റവും നല്ല ഒരു മരമാണ്. മരമല്ല, കായാണ്. ഈ വെള്ളം തിളപ്പിച്ച് കുടിച്ചു കഴിഞ്ഞാൽ നന്നായിട്ട് ഷുഗർ മാറുമെന്ന് ഒരുപാട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. ഇത് തേടി ഓരോ ആൾക്കാർ നടക്കുന്നത്. നല്ലൊരു കായാണ്. ഇതിൽ വെള്ളം തിളപ്പിച്ച് നിങ്ങൾ കുടിക്കണം. അങ്ങനെ മോള് സൈക്കിളും ഒക്കെ ആയിട്ട് മുമ്പോട്ട് നടക്കുന്നുണ്ട്. അവൾക്ക് ഈ വണ്ടി വരുമോ എന്നുള്ള പേടി വെച്ചിട്ട് അവൾ നടന്നു പോകുന്നത്, സൈക്കിളിൽ കയറുന്നില്ല. നന്നായിട്ട് അവൾ സൈക്കിൾ ഓടിക്കും, പക്ഷെ അവൾക്കൊരു പേടി, വണ്ടിയൊക്കെ വരുമ്പം എങ്ങനെയാണ് സൈക്കിളിൽ കയറുന്നതെന്ന് വെച്ചിട്ട് അവൾ സൈക്കിളിൽ ചവിട്ടുന്നില്ല. അങ്ങനെ നമുക്ക് മുമ്പോട്ട് പോകുമ്പോൾ ഒരു കടയുണ്ട്, നമുക്ക് അവിടുന്ന് കുറച്ച് ചോക്ലേറ്റ് ഒക്കെ വാങ്ങണം. അങ്ങനെ നിങ്ങൾ കണ്ട നല്ല ചെടികളൊക്കെ ഉണ്ട് ഞങ്ങളുടെ ആ റോഡിൻ്റെ സൈഡിലായിട്ട്. നല്ല ഭംഗിയില്ലേ കാണാൻ. അവർ മതിലിൻ്റെ പുറകിലായിട്ട് നട്ടു വെച്ചിട്ടുണ്ട്. അങ്ങനെ കുറച്ച് സമയം ഒന്ന് സൈക്കിൾ ചവിട്ടാം. അങ്ങനെ സൈക്കിൾ ചവിട്ടി നമ്മൾ ഇനി അടുത്ത മുട്ടായി വാങ്ങാൻ പോകുന്ന രംഗത്തിലാണ്. നമ്മൾ അവിടെ വെച്ചിട്ട് മോനും മോളും കൂടി പോയി മുട്ടായി വാങ്ങിക്കൊണ്ട് വരും. കൊറോണ ഒക്കെ ആയതുകൊണ്ട് നമ്മൾ എല്ലാവരും കൂടി ഒന്നും ചെന്ന് കയറുന്നില്ല. അവർക്ക് രണ്ടുപേർക്കും പോയേ പറ്റുമെന്ന് പറഞ്ഞാൽ അപ്പം ഞങ്ങളങ്ങ് മാറി. അപ്പം അവർ രണ്ടുപേരുടെ പോയിട്ട് മുട്ടായിയൊക്കെ വാങ്ങി വരട്ടെ. അങ്ങനെ മോന് കപ്പലണ്ടി മുട്ടായി വാങ്ങി, മോള് കുറച്ച് ചെറിയ ചോക്ലേറ്റും വാങ്ങിയിട്ടുണ്ട്. അവന് കപ്പലണ്ടി മുട്ടായി, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കപ്പലണ്ടി മുട്ടായി. അങ്ങനെ ഞങ്ങൾ കപ്പലണ്ടി മുട്ടായും ചോക്ലേറ്റും ഒക്കെ വാങ്ങി. അങ്ങനെ ഇന്നത്തെ വീഡിയോ നിർത്തുവാണ്. ടേക്ക് കെയർ, ബൈ ബൈ.